മിസ്റ്റർ അൻവർ ഹുസൈൻ അല്ലേ, കുമ്പള ഗ്രാമപഞ്ചായത്തിൽ 20-ാം വാർഡായ ബദ്രിയ നഗറിൽ നിന്ന് ഈ പ്രാവശ്യം ജനവിധി തേടുന്നു. എങ്ങനെയുണ്ട്? ശുഭപ്രതീക്ഷയുണ്ടോ? ശുഭപ്രതീക്ഷയോടെയാണ് നമ്മൾ ഇതുവരെ ഉള്ളത്. നമ്മൾ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയേറെ ത്രികോണ മത്സരം തന്നെ പറയാം. ചെറിയ വോട്ടാന്നുള്ളത്, ഒരു ബൂത്താന്നുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നമ്മളിപ്പോൾ കയറി ചെന്നുമ്പോൾ നല്ലൊരു പ്രതീക്ഷയോടെയാണുള്ളത്. ഏതായാലും ആര് വിജയിക്കുകയാണെങ്കിലും 25-30 ഒരു 50 വോട്ടിൻ്റെ ഉള്ളിലായിരിക്കും ആ വിജയം വരുന്നുള്ളത്. കഴിഞ്ഞ 5 വർഷം ഒരു ജനകീയ മെമ്പർ എന്ന ഖ്യാതി നേടിയ താങ്കൾക്ക് ആ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്നത് ഗ്രാമീണ റോഡുകളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വീടുകൾ ഏറെയുള്ള പ്രദേശങ്ങളിൽ പിന്നെ ടാറിങ് പോയിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു ശരിയായ രീതിയിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കയറി ചെന്നുമ്പോൾ കാണുന്നത് അസുഖം ബാധിച്ച് കിടപ്പിലായ കുട്ടികളുള്ള വീട്ടിൽ വരെ ആ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒരു ടോയ്ലറ്റ് സംവിധാനമില്ലാത്ത വീടുകൾ വരെ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. നമ്മളെ മുഖ്യമായൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അവകാശങ്ങൾ അത് അർഹരിലേക്ക് എത്തിക്കുക എന്നതാണ്. അതേപ്പോൾ നമ്മൾ കാണുന്നുള്ളത് അനർഹരിലേക്ക് അവകാശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവകാശങ്ങൾ അർഹരായവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അവിടെ പിന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് ഉണ്ടല്ലോ. കുടിവെള്ള പ്രശ്നങ്ങളുള്ള ഏരിയകൾ, കുറച്ച് ഏരിയകളൊക്കെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറയുന്ന ബദ്രിയ നഗർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു യുവാക്കളായാലും പിന്നെ ആ നാട്ടിൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരായാലും നമ്മളൊരു സായാഹ്ന സമയങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ബദ്രിയ നഗർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രദേശത്ത് മത്സരിക്കുന്നത് ഇത് ഞാനൊരു സീനിയർ സിറ്റിസനാണ്. പല പഞ്ചായത്തുകളിലും ഈ സീനിയർ സിറ്റിസൺസ്, അതായത് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പഞ്ചായത്ത് പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അവർക്ക് ഒന്ന് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വായിക്കാനും അതുപോലെ തന്നെ സല്ലപിക്കാനുള്ള ഒരു കേന്ദ്രമൊക്കെ പല സ്ഥലത്തും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കുമ്പള പഞ്ചായത്തിൽ അങ്ങനെ കാണുന്നില്ല. താങ്കൾ വീണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഈ സീനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ബദ്രിയ നഗർ തന്നെ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൽ എവിടെയെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തുടങ്ങാനുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുമോ? തീർച്ചയായും ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പ്രതിനിധാനം ചെയ്ത ആരിക്കാടി പ്രദേശത്ത് ഏകദേശം നമ്മളെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലം, ഏകദേശം ഒരു 50 സെൻറ്റോളമുള്ളൊരു സ്ഥലമുണ്ട്. അത് പുഴൻ്റെ തൊട്ടരികിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. നമുക്ക് ഒരു കാരണവശാലും അവിടെ ഒരു ബിൽഡിങ്ങോ മറ്റോ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയില്ല. കാരണം CRZ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്ത് നിരന്തരമായി നമ്മളെ CSR ഫണ്ടായാലും കാസർഗോഡ് വികസന പാക്കേജ് ആയാലും പഞ്ചായത്ത് മുഖേന ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. കാരണം നമുക്കിത് ഒരു പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് വെറും ഒരു തോടോ റോഡോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റോ അല്ല. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരണം. സായാഹ്ന വിശ്രമ കേന്ദ്രം, കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്ക്. കാരണം ഇത്ര വലിയ പഞ്ചായത്തിലെ ഒന്നും വേണ്ട, ഒരു കളിസ്ഥലം, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട്. പക്ഷേ പേരിന് മാത്രം അതിന്റെ ഒന്ന് വികസിപ്പിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വികസനത്തിന്റെ നമുക്കിപ്പോ കുമ്പള പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വികസനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ടൗണിൽ ചെന്നാൽ കാണാം വർഷങ്ങളായി പൊളിച്ചു മാറ്റിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. പിന്നെ കുമ്പളയിലേക്ക് എത്തിയാൽ ഒന്ന് മൂത്ര വിസർജനം ചെയ്യാൻ ഒരു ടോയ്ലറ്റ് സൗകര്യം, ആ ഒരു സംവിധാനം നമ്മൾ ഭരണസമിതി യോഗങ്ങളിൽ കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. അവിടെ കാരണം ഡ്രൈനേജ് സംവിധാനങ്ങളുണ്ട് പൊളിച്ചു മാറ്റി. നമ്മളിപ്പോൾ പറയുന്നുള്ളത് ചിലപ്പോൾ ബിൽഡിങ് നമുക്ക് നിർമ്മിക്കാൻ കാലതാമസം വന്നേക്കാം. പക്ഷേ ടൗണിലെത്തുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കയറി ചെല്ലുന്ന ഒരു ടൗൺ, എത്രയോ ഉമ്മമാരെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി വരുന്ന ആ ടൗൺ. അപ്പോൾ അവർക്കൊന്ന് മലമൂത്ര വിസർജനം ചെയ്യാനുള്ളൊരു സ്ഥല സൗകര്യം ഇല്ല. കുട്ടികൾക്കൊന്ന് ഫീഡ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കുമ്പള ഈ മത്സ്യ മാർക്കറ്റില്ലേ, ഫിഷ് മാർക്കറ്റ്, വളരെ ദയനീയമാണ് ഇതിൻ്റെ അവസ്ഥ. ഒരുപാട് ഭരണസമിതി മാറ്റം വന്നിട്ടുണ്ട്. അതിനൊരു പരിഹാരം കാണാനുള്ള കോടികൾ ചെലവിട്ട് നിർമ്മിച്ചിട്ടും ഒരു ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു ഡെവലപ്പല്ല അവിടെ ചെയ്തിട്ടുള്ളത്. അത് ഒരു 10-15 ആൾക്കാർ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മത്സ്യവില്പന നടത്തും. അത് കഴിഞ്ഞ് വീണ്ടും അത്
അതിപ്പോൾ മാർക്ക് പുറത്തല്ല, റോട്ടിലേക്കാണ് എല്ലാം വരുന്നത്. കാരണം സൗകര്യമില്ലാതെ അവർക്ക് ഒരു കൃത്യമായുള്ള ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ണൂർ മുനിസിപ്പാലിറ്റിന്റെ ഞാൻ തോന്നുന്നു ഒരു മത്സ്യ മാർക്കറ്റ് ചെറിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാ പഞ്ചായത്തിലും ഉണ്ട്, മനോഹരമായ രീതിയിലാണ് എല്ലാ പഞ്ചായത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളിവിടെ കാരണം കുമ്പള പഞ്ചായത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്. അതെ അതെ അതെ. നിങ്ങളുടെ ആരിക്കാടി ആ ഭാഗത്ത് കടവത്തെല്ലാം മത്സ്യത്തൊഴിലാളികൾ. അതെ അതെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് ആരുമായിട്ടാണ് നിങ്ങളുടെ മത്സരം? നിങ്ങളെ പ്രധാന എതിരാളി ആരാണ്? UDF ആയിട്ടാണ് നമ്മളിപ്പോ പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് മത്സരിക്കുന്നത്. ഏതായാലും അൻവർ, വളരെ സന്തോഷം ഞങ്ങളുടെ ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ കൂടെ എന്നുള്ള ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിലും ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ നൽകിയതിലും താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.